ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലമാണ്. 2025 മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് 2025 പോയ വർഷത്തേക്കാൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നിച്ചു. അതായത് മറ്റ് എല്ലാ ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കിയപ്പോഴും കവടി നിരത്തി നോക്കിയപ്പോഴും ഒക്കെ നല്ല ഒരു ദൈവാധീനം വർദ്ധിച്ചു വരും. അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥകൾ വർദ്ധിച്ചു വരും. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. പ്രധാനമായിട്ട് സർവേശ്വരകാരകനായ വ്യാഴം 2024 അനിഷ്ടത്തിലായിരുന്നല്ലോ ഈ മിഥുനം രാശിക്കാർ. അപ്പോൾ പല വിധത്തിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും തൊഴിൽ ക്ലേശങ്ങളും കുടുംബത്ത് പരസ്പരമുള്ള അസഹിഷ്ണുതയും അസ്വാരസ്യങ്ങളും ഒക്കെ സൂചകമാണ്. അത് തന്നെയുമല്ല, ദമ്പതികളായിട്ടുള്ളവർക്കും അത് പല വിധത്തിലുള്ള അകൽച്ചകൾ ഉണ്ടാകുന്നതിനൊക്കെ 2024 സൂചകമായിരുന്നു ഗോചര. എന്നാൽ ജാതകാലൊക്കെ കൂടുതൽ ഭാഗ്യാവസ്ഥകളുള്ളവർക്ക് അത്ര ദോഷകരമായിരിക്കുകയുമില്ല. 2025 അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും ഈ മിഥുനം രാശിക്കാരെ തേടിയെത്തും. അതായത് കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയങ്ങൾ വന്നിച്ചു. പ്രധാനമായിട്ട് 2025 കണ്ടകശനി ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക കാര്യം കൂടി ഈ മിഥുനം രാശിക്കാർക്ക് ഉണ്ട്. അത് മാർച്ച് മാസം 30 ശേഷമാണ് ഉണ്ടാകുന്നത്. അത് ചില കാര്യങ്ങൾക്കൊക്കെ ചില മടുപ്പുകളൊക്കെ ഉണ്ടാകാം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ ചെയ്യുന്നവർ, എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നവർ, ആ തൊഴിൽ രംഗത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. അതായത് തൊഴിൽ ഭാവത്തിലാണല്ലോ ശനി മാറുന്നത്. എന്നിരുന്നാലും ദൈവാധീനം വർദ്ധിക്കുകയാൽ തൊഴിൽ പുരോഗതികളൊക്കെ വന്നു ചേരും. ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, നീരാഞ്ജനം തെളിയിക്കുകയോ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറുന്നതിന് ഗണപതി ഭഗവാനെ ഭജിക്കുകയോ ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നതുമൊക്കെ വളരെ നല്ലതാണ് ഈ മിഥുനം രാശിക്കാർക്ക്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽ ഭാവത്തിലെ രാഹു മാറുന്നു, കേതു 4ാമിടത്തുനിന്ന് മാറുന്നു. അങ്ങനെ മാറുന്ന അവസരം കൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. തൊഴിൽപര രംഗത്തെ അസ്വാരസ്യങ്ങളൊക്കെ മാറി പരസ്പരം ഒരു സഹകരണവും സജീവമായ ഒരു പ്രവർത്തനവും ഒക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും അലസത വരാതെ ശ്രദ്ധിക്കുക. അധ്വാനഭാരം ഒരുപക്ഷെ ഏറിയിരിക്കും. മിഥുനം രാശിക്കാർക്ക് ഒരു പുതിയ തൊഴിൽ പ്രവേശിക്കുന്നവർക്കുമൊക്കെ അങ്ങനെയാണ്. അധ്വാനഭാരം ഏറിയിരിക്കും. എന്നാൽ അധ്വാനത്തിനനുസരിച്ച് ചിലപ്പോൾ വേതനം കിട്ടിയെന്ന് വരികയില്ല. അങ്ങനെ ഒരു പരാതിയും ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു വർഷമാണ്. അതിന് ഏറ്റവും പ്രധാനം ഉള്ള തൊഴിൽ സന്തോഷത്തോടുകൂടി ചെയ്യുകയും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒതുങ്ങി ജീവിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. അധിക കടങ്ങളൊന്നും വന്നു ചേരാതെ, കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ്. അധിക കടങ്ങളും ആഡംബര വസ്തുക്കൾ, ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഫർണിച്ചറായാലും ഗൃഹോപകരണങ്ങളായാലും ഇലക്ട്രോണിക്കൽ സംബന്ധമായ മറ്റ് കാര്യങ്ങൾ, അനാവശ്യമായ മെയിൻ്റനൻസുകൾ ഗൃഹത്തിന് ചെയ്യാതിരിക്കുക. വാഹനത്തിനായാലും ഒരു വാഹനമൊക്കെ ഇല്ലാതെ പറ്റുകയില്ല. ഒരു വാഹനം വാങ്ങിച്ചു, ആവശ്യമില്ലാത്ത ഫിറ്റിങ്സ് ഒക്കെ ഫിറ്റ് ചെയ്തു, കാശ് കളഞ്ഞു. അങ്ങനെയൊക്കെ കടങ്ങൾ വന്ന് വർദ്ധിച്ച് സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് പോകാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വർഷമാണ്. സഹോദരങ്ങളും ഒക്കെ ഒത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ 2024 ഉള്ളവരാണ് എങ്കിൽ പോലും 2025 സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ, മാതാപിതാക്കളോടൊപ്പം ഒക്കെ സന്തോഷകരമായി ജീവിക്കുവാൻ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെയാണ് ദമ്പതികളായിട്ടുള്ളവർ. ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. അത് 12ാമത്തെ അനിഷ്ടത്തിലാണ് ഈ കഴിഞ്ഞ വർഷം നിന്നത്. 2024 25 ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സപ്തമഭാവമായ
ധനുരാശിയിലേക്ക് ദൃഷ്ടി പൂർണ്ണമായി ചെയ്യുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അലോസരതകളൊക്കെ ഉണ്ടായിരിക്കുന്നവർ അതൊക്കെ മാറി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ 2025 സാധിക്കും. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം വിദ്യാഭാവത്തിലേക്കും സന്താനഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന വലിയ ജനാവലികൾ അവർക്കൊക്കെ സന്തോഷകരമായിട്ട് സന്താനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും, സന്താനങ്ങൾക്ക് പ്രായമായവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടുക, തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക, കൂടാതെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന സന്താനങ്ങൾക്ക് അവർക്ക് പ്രായമായവർക്ക് മക്കളൊക്കെ ഉള്ളവർക്ക് വിവാഹം വന്നു ചേരുക, ഗൃഹം നിർമ്മിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ, അതായത് സന്താനങ്ങൾക്ക് ഒരു നന്മ വന്ന് അനുഭവിക്കുവാൻ സന്തോഷിക്കുവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. വിവാഹം കഴിച്ച ദമ്പതികളായിട്ട് കുറച്ച് നാളായി ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താനം വന്നു ചേരുന്നതിന്, ഒരു സന്താനം ഉണ്ടാകുന്നതിന് യോഗമുള്ള ഒരു വർഷവും കൂടിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരെ, അതുപോലെ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക, മറ്റ് PSC പോലെ ടെസ്റ്റുകളോ IELTS, MOH, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പരീക്ഷകളുണ്ട്. അതൊക്കെ എഴുതുന്നവർക്കും ഒക്കെ ഈ രാശിക്കാർക്ക് വിജയിക്കുവാൻ അനുകൂലമാണ്. രാഹു കേതുക്കളുടെയോ ശനിയുടെയോ ഒന്നും അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല. വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹമുള്ള ഒരു വർഷമാണ്. കടങ്ങളൊക്കെ വീടുന്നതിനും തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ 2025 ഈ മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലമാണ്. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. വാക്കിൻ്റെ സ്ഥാനത്തേക്ക് ആഗ്നേയഗ്രഹങ്ങളുടെയൊക്കെ ബന്ധം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കൂടുതൽ നന്മ വരും. സുഹൃത്തുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഗുരുസ്ഥാനീയരിൽ നിന്നുമൊക്കെ വേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുവാൻ നല്ല വാക്കുകൾ പറയുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്ഷമയൊക്കെ വേണം. ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ഒരു നേതൃപാഠവും വന്നു ചേരും. അതായത് സേവന സന്നദ്ധരായിട്ട് മനസ്സ് മാറുന്ന ഒരു വർഷമാണ് 2025. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇഷ്ടമാണല്ലോ. കൂടാതെ അവരുടെ സേവനം ആഗ്രഹിച്ച് സമീപിക്കുകയും അതിൽ നിന്നൊക്കെ ലാഭങ്ങൾ ഉണ്ടാകും. അതായത് സേവന രംഗത്ത്, സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മറ്റ് ഗവൺമെൻറ് ജോലിക്കാർ, പോലീസുകാർ, സെക്യൂരിറ്റി വിഭാഗത്തിലുള്ളവർ, അങ്ങനെ അനവധിയായ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, കോൺട്രാക്ടേഴ്സ്, ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ബ്രോക്കറിങ്ങുകാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ അഭിവൃദ്ധികളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ്. അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ പുരോഗതികൾ വന്നു ചെയ്യും. പ്രാർത്ഥിക്കുക, വിജയിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ജാതകം നോക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും സാമ്പത്തിക ക്ലേശങ്ങളോ ഒക്കെ നോക്കുന്നതിന് ഒക്കെ അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്